ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. പ്രഭാത തീർത്ഥത്തിൽ ഇന്നലെ ആത്മാനം രാജവത് സദാ, രാജാവിനെ പോലെ ആത്മാവിനെ മനസ്സിലാക്കണം. സഭാങ്കണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന രാജാവിൻ്റെ അധ്യക്ഷതയിൽ സാക്ഷിത്വത്തിന് കീഴിൽ പല കലാപരിപാടികളും അതുപോലെ തന്നെ ഭരണ ആലോചന കാര്യങ്ങളൊക്കെ നടക്കുന്നു. രാജാവ് ഇതിലൊന്നിലും പങ്കെടുക്കാതെ സാക്ഷിയായി നിൽക്കുന്ന ഒരു ചിത്രം ഇന്നലെ പങ്കുവയ്ക്കുകയുണ്ടായി. ആത്മാവിനെ സംബന്ധിച്ച് ഈ നിലയിലുള്ള ഒരു അഭിമാനം സൂക്ഷ്മമായി അനുധ്യാനം ചെയ്ത് വളർത്തിയെടുക്കേണ്ടതുണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം ആത്മനിന്ദയുടെ, അപകർഷ ചിന്തയുടെ പടുകുഴിയിൽ വീണുപോകുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി ഈ ശ്ലോകങ്ങൾ അനുധ്യാനം ചെയ്യാൻ, വീണ്ടും വീണ്ടും വിചിന്തനം ചെയ്യാൻ, മനനം ചെയ്യാൻ നമുക്ക് ശ്രദ്ധയുണ്ടാവട്ടെ. ആത്മനിന്ദയ്ക്ക് പകരം ഒരുതരം അറഗൻസ്, ഔദ്ധത്യം വന്നു പോകുന്നതും അപകടമാണ്. പക്ഷെ ഇതൊക്കെ ശരീരാദികളിലുള്ള അഭിമാനവുമായി ബന്ധപ്പെട്ടേ സംഭവിക്കുള്ളൂ. നാം അന്വേഷിക്കുന്നതും ആലോചിക്കുന്നതും ധ്യാനിക്കുന്നതും ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് സാക്ഷിയായി പരിലസിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. ഈ വിഷയത്തിൽ കൂടുതൽ അനുധ്യാനത്തിനായിക്കൊണ്ട് ഭഗവത് പാദർ നമ്മെ പ്രേരിപ്പിക്കുന്നു, പുതിയ ഒരു ചിന്തയിലേക്ക് നയിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ, 19ാമത്തെ ശ്ലോകത്തിൽ, വ്യാപൃതേഷ്വിന്ദ്രിയേഷ്വാത്മാ വ്യാപാരീ വാ വിവേകിനാം ദൃശ്യതേ ഭ്രേഷു ധാവത്സു ധാവന്നിവ യഥാ ശശി എന്ന ശ്ലോകത്തിൽ ആത്മാവ് വ്യാപാരം ചെയ്യുന്നില്ല. ഇത്തിരി തമാശ കലർത്തി നമുക്ക് ആലോചിക്കാം. ആത്മാവിന് വ്യാപാരങ്ങളൊന്നുമില്ല, പ്രക്രിയകളൊന്നുമില്ല, കർമ്മങ്ങളൊന്നുമില്ല. ആത്മാവ് അകാമിയായതുകൊണ്ട്, ഒന്നിനെയും കാമിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കർമ്മത്തിന് പ്രസക്തിയില്ല. പക്ഷേ ആത്മാവ് വ്യാപരിക്കുന്നവനായി വിലയിരുത്തി പോകുന്നു. എന്തേ ഇങ്ങനെയൊരു തെറ്റായ വിലയിരുത്തലിന്, മിഥ്യാധാരണയ്ക്ക് കാരണം ഭഗവത് പാദർ വിശദീകരിക്കുന്നു. വ്യാപൃതേഷു ഇന്ദ്രിയേഷു ആത്മാ വ്യാപാരീവ അവിവേകിനാം. ആത്മാവ് വ്യാപരിക്കുന്നു എന്ന കാഴ്ച അവിവേകികൾക്കേ ഉള്ളൂ. അവിവേകിനാം ആത്മാ വ്യാപാരി ഇവ. ആത്മാ വ്യാപാരം ചെയ്യുന്നവനെന്ന് അവിവേകികൾ വിചാരിക്കുന്നു. ശരിക്കും വ്യാപാരം ഏതിൻ്റെ ധർമ്മമാണ്? വ്യാപൃതേഷു ഇന്ദ്രിയേഷു ആത്മാ. ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്നു. ഇന്ദ്രിയാദികൾ, ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ഇവയൊക്കെ വ്യാപരിക്കുന്നു. അങ്ങനെ വ്യാപരിക്കുന്നവയിൽ കൂടി ആത്മാവിനെ നോക്കുന്ന സമയത്ത് വ്യാപൃതേഷു ഇന്ദ്രിയേഷു ആത്മാ, വ്യാപരിക്കുന്നവയായ ഇന്ദ്രിയങ്ങളിൽ നിന്നുകൊണ്ട് ആത്മാവിനെ നോക്കുമ്പോൾ വ്യാപാരീവ, വ്യാപരിക്കുന്നവനായിട്ട് ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചു പോകുന്നു. ഇതൊരു ധാരണാ പിശകാണ്. ആത്മാവ് അങ്ങനെ വ്യാപാരങ്ങളൊന്നും ചെയ്യുന്നില്ല. ദൃഷ്ടാന്ത സഹിതം ഭഗവത് പാദർ ഇത് വ്യക്തമാക്കുന്നു. ദൃശ്യതേ അഭ്രേഷു ധാവത്സു. ധാവത്സു അഭ്രേഷു, ഓടിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങളിലൂടെ നോക്കുന്ന സമയത്ത് ശശി, ചന്ദ്രൻ, ധാവന്നിവ, ഓടുന്നത് പോലെ തോന്നുന്നു. കൊച്ചു കുട്ടിക്കാലം മുതൽ ഏവർക്കും ഉള്ള ഒരു അനുഭവമാണ് ചന്ദ്രൻ ഓടുന്നതായിട്ട് കാണുക. കൂടെ ഓടാനുള്ള കുസൃതികളൊക്കെ നാം ചെറുപ്രായത്തിൽ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ തിരിച്ചറിയേണ്ട വസ്തുത, ചന്ദ്രൻ ഓടുന്നില്ല, മേഘങ്ങളാണ് ഓടുന്നത്. നല്ല കാറ്റുള്ള സമയത്താണെങ്കിൽ കാഴ്ച ഗംഭീരമാണ്. ചന്ദ്രൻ വളരെ സ്പീഡിൽ ഓടുന്നത് പോലെ തോന്നും. പക്ഷെ ചന്ദ്രൻ ഓടുന്നില്ല, സ്ഥിരമായി നിൽക്കുന്നു. തീർച്ചയായിട്ടും പ്രദക്ഷിണം എന്നുള്ള നിലയിൽ സൂക്ഷ്മമായ ചലനമുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ആലോചിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഇന്ദ്രിയങ്ങൾ ചടുലമായി പ്രവർത്തിക്കുന്നു, മനോബുദ്ധികൾ പ്രവർത്തിക്കുന്നു, ശരീരം പ്രവർത്തിക്കുന്നു. അവയിലൂടെ ആത്മാവിനെ ശ്രദ്ധിക്കുമ്പോൾ വ്യാപാരി ഇവ, ആത്മാവ് വ്യാപാരം ചെയ്യുന്നു എന്ന് തോന്നുന്നു. നൈഷ്കർമ്മിയായി, സാക്ഷിയായി
രാജാവിനെ പോലെ പരിലസിക്കുന്ന ആത്മാവിനെ ദർശിക്കുക എന്നുള്ളതാണ് ആത്മബോധ പഠനത്തിന്റെ ചിന്തനത്തിന്റെ ലക്ഷ്യം. അങ്ങനെ അപകർഷതയിൽ നിന്നും ആത്മാവിനെ സംബന്ധിക്കുന്ന അഭിമാനത്തിലേക്ക്, സ്വാസ്ഥ്യത്തിലേക്ക് നമുക്ക് പുരോഗമിക്കാൻ സാധിക്കട്ടെ. ഹരി ഓം.